അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളില് പലരും പല പല ആഗ്രഹങ്ങളുള്ളവരാണല്ലേ? അതില് നമ്മുടെ ആഗ്രഹങ്ങള് പെട്ടെന്ന് സാധിപ്പിച്ചെടുക്കാൻ പറ്റുന്നതായിരിക്കും. അല്ലാത്തത് നമ്മളെക്കൊണ്ട് കഴിയാത്ത ആഗ്രഹങ്ങളായിരിക്കും. അങ്ങനെ വിഷമിക്കുന്ന പലരും ഉണ്ടല്ലേ? ഇനി എൻ്റെ ഇന്ന കാര്യം എങ്ങനെ നടന്ന് കിട്ടും? അങ്ങനെ പല വിഷമങ്ങളിലും അകപ്പെട്ട് നിൽക്കുന്നവരുണ്ട്. കടങ്ങൾ മുങ്ങി നിൽക്കുന്നവരുണ്ട്. ലോണ്, വീടുകള് ജപ്തിയില് വക്കില് നിൽക്കുന്നവര്, മക്കളുടെ വിവാഹം, വിദ്യാഭ്യാസം, വീട് പണി പാതി വഴിയില് നിൽക്കുന്നവരുണ്ട്. ഇതൊന്നുമല്ലാതെ വെറും നിസ്സാര കാര്യങ്ങൾ, നിസ്സാര കടങ്ങളായിട്ട് നിൽക്കുന്ന പ്രശ്നങ്ങളായിട്ട് നിൽക്കുന്നവരും ഉണ്ടല്ലേ? ഇനി എന്ത് പ്രശ്നങ്ങളായിക്കോട്ടെ, അതിനെല്ലാം ഉള്ളൊരു പരിഹാരമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത്. എന്താണെന്ന് വെച്ചാല്, ഹിളർ നബി അലൈഹിസ്സലാമു വസ്സലാത്തിനു വേണ്ടി 4 യാസീൻ ഓതുക. 4 യാസീന് നിങ്ങൾക്ക് എപ്പോഴാണോ സമയം കിട്ടുന്നത് ആ സമയത്ത് ഓതുക. ഇശാ മഗ്‌രിബിന്റെ ഇടയിലാണെങ്കിൽ അത്രയും നല്ലത്. അല്ലെങ്കിൽ സുബ്ഹിക്ക് എണീക്കുമ്പോൾ, തഹജ്ജുദ് നമസ്കരിക്കാൻ എണീക്കുമല്ലോ നമ്മൾ, ആ സമയത്താണ് നിങ്ങൾക്ക് ഉത്തമമെങ്കിൽ ആ സമയത്ത് ഓതുക. ഇതിപ്പം ഓതാൻ ഇരുന്ന് കഴിഞ്ഞാൽ 4 പൂർത്തിയാക്കിയതിന് ശേഷം മാത്രമേ എണീക്കാൻ പാടുള്ളൂ. ആദ്യം നമ്മൾ നിസ്കാരപ്പായയിലിരുന്ന്, ഇപ്പം മഗ്‌രിബ് നമസ്കരിച്ചതിന് ശേഷമാണ് ഓതാൻ തീരുമാനിക്കുന്നത് എങ്കിൽ മഗ്‌രിബ് നിസ്കാരത്തിന് ശേഷം ആ നിസ്കാരപ്പായയിൽ ഇരുന്ന് കൊണ്ട് നിയത്ത് വെക്കുക. എൻ്റെ ഇന്ന ആഗ്രഹം സാധിച്ചു കിട്ടാൻ വേണ്ടി ഞാൻ ഹിളർ നബി അലൈഹിസ്സലാമിന് വേണ്ടി 4 യാസീൻ ഓതുകയാണ് എന്നും പറഞ്ഞ് നിയത്ത് വെക്കുക. അതിനുശേഷം 4 യാസീൻ ഓതുക. അവിടെ ഇരുന്ന് കൊണ്ട് തന്നെ ആ 4 പൂർത്തിയാക്കുക. ആരോടും മിണ്ടാതെ, മറ്റ് ചിന്തകളൊന്നും മനസ്സിൽ വരുത്താതെ വേണം ഇത് ചെയ്യാൻ. 4 യാസീൻ എന്ന് ഞാൻ പറയുന്നത് നിങ്ങളിപ്പം പെട്ടെന്ന് ഓതി തീർക്കാനല്ല, സമാധാനത്തോടു കൂടി ഓതി തീർക്കുക. 4 യാസീൻ ഓതണമെന്ന് പറഞ്ഞു അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഓതി തീർക്കാം എന്ന് വിചാരിച്ച് അല്ല. പയ്യെ പയ്യെ സാവധാനം, അക്ഷരത്തെറ്റില്ലാതെ വേണം, ഖുർആൻ നോക്കി വേണം ഇത് ഓതാൻ. എനിക്ക് കാണാതെ അറിയാം എന്ന് വിചാരിച്ച് ഇത് കാണാതെ ഓതാൻ നിൽക്കേണ്ട. ഖുർആൻ നോക്കി തന്നെ സാവധാനം നിസ്കാരപ്പായയിൽ ഇരുന്ന് കൊണ്ട് തന്നെ ഓതുക. പിന്നെ ഞാൻ പറഞ്ഞത് കൊണ്ട് ഇത് ഓതി നോക്കിയേക്കാം, എൻ്റെ ആഗ്രഹം സാധിച്ചു കിട്ടിയാലോ എന്ന് ഉദ്ദേശിച്ച് ആരും ഓതാൻ നിൽക്കേണ്ട കേട്ടോ. ആദ്യം മനസ്സിലൊരു നിയത്ത് കൊണ്ടുവരണം. ഞാൻ ഇങ്ങനെ ചെയ്താൽ അല്ലാഹു തആല എൻ്റെ ആഗ്രഹം സാധിപ്പിച്ച് തരും എന്നുള്ള ഒരു നിയത്ത് കൊണ്ടുവരണം. അല്ലാതെ ഞാൻ പറഞ്ഞു ഇതൊന്ന് ചെയ്ത് നോക്കാം, കിട്ടിയാൽ കിട്ടട്ടെ എന്നും പറഞ്ഞല്ല. ഞാനിങ്ങനെ ചെയ്താൽ എൻ്റെ ആഗ്രഹം എനിക്ക് സാധിച്ചു തരും, എനിക്ക് കിട്ടും, അതുകൊണ്ട് ഞാനിത് ചെയ്യുന്നു എന്ന് എനിക്ക് അല്ലാഹു തആല ഇത് തരും, അതുകൊണ്ട് ഞാനിത് ചെയ്യുന്നു എന്ന ദൃഢമായ ഒരു വിശ്വാസം മനസ്സിൽ കൊണ്ടുവന്നതിന് ശേഷം ഹിളർ നബിക്ക് വേണ്ടി 4 യാസീൻ ഓതുക. ഇനി എന്തുമായിക്കോട്ടെ, എന്ത് വലിയ ആഗ്രഹങ്ങളുമായിക്കോട്ടെ, ആവശ്യങ്ങളായിക്കോട്ടെ, നമുക്ക് പെട്ടെന്ന് സാധിപ്പിച്ച് കിട്ടുന്നതായിരിക്കും. ഹൈറായിട്ടുള്ള എന്താഗ്രഹമായിക്കോട്ടെ, അത് നമുക്ക് പെട്ടെന്ന് സാധിപ്പിച്ച് കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല എത്രയും പെട്ടെന്ന് സാധിപ്പിച്ചു തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.